അടിപൊളി ഒരു യാട്ട് ട്രിപ്പ്, ഒരു VIP ലക്ഷറി യാട്ട് ട്രിപ്പാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സാൽമിയിലാണ് വന്നിട്ടുള്ളത്. സാൽമിയ മറൈൻ്റെ ഒരു ഭാഗത്താണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിപ്പ് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫ്ലൈ വേൾഡ് ലക്ഷറി എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്പനിയാണ് നമുക്ക് ഈ ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന ഇതിനകത്ത് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഫാമിലീസൊക്കെയാണ്. അതിൻ്റെ കൂടെ ഞാൻ ബാച്ചിലറായിട്ട് ഞങ്ങൾ 2 പേരുണ്ട്. ഫാമിലി ഒരു ട്രിപ്പാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ട്രിപ്പിൻ്റെ കൂടെ അങ്ങോട്ട് ചേരുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൽ യാതൊരു ആക്ടിവിറ്റീസും ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ പോവുക. പിന്നെ വേറെ ട്രിപ്പുണ്ട്, അതിനകത്ത് ഫിഷിംഗ് ഉണ്ട്, ഡൈവിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ്, ബിവറേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രിപ്പ്, ബാച്ചിലേഴ്സിൻ്റെ ട്രിപ്പ് വേറെ ഉണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 13 KD, 20 KD, 25 KD ഒക്കെ ഉള്ള പാക്കേജുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഈ ട്രിപ്പിൻ്റെ ഭാഗമാകാം. ഞാൻ നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന പേരെന്താണ്? ജെയ്സൺ ഉണ്ട്. ജെയ്സൺ പറയൂ, ഈ ട്രിപ്പ് എന്താണ്, ഒരുപാട് ഇത് വരുന്നുണ്ടോ, ഇൻക്രീസ് ഒക്കെ വരുന്നുണ്ടോ നിങ്ങളുടെ ഈ ഒരു? ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. നമുക്ക് 13 KD മുതൽ 16, 19 അങ്ങനെ കുറേ പാക്കേജസ് ഉണ്ട്. നമുക്ക് ഷാലറ്റ് ബുക്കിംഗ് അല്ല യോട്ട് ബുക്കിംഗ് അങ്ങനെ കുറേ പാക്കേജസ് ഉള്ളൂ. ഓക്കെ, നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ വന്നിട്ട് കുറച്ച് ചൂട് കുറവുണ്ടെന്ന് പോലെ തോന്നണം അല്ലേ? കുറവുണ്ടോ? Hi. Hi. Welcome to Kuwait. Welcome to Kuwait. Welcome to Salmia. John. ഇതാണോ നമ്മള് ആ സാധനമാണല്ലേ? ഓക്കെ, താങ്ക് യു ബോസ്. ബൈ. അപ്പോൾ നമുക്ക് പോകാനുള്ള യാത്ര റെഡിയാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോകാട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി. ഫാമിലി യാട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. എത്രത്തോളം എൻജോയ്മെന്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം 11 പേരുണ്ട്. 11 പേരുള്ള ഫാമിലി, അവരുടെ കൂടെ ഞങ്ങൾ 2 പേര് ബാച്ചിലേഴ്സ്. അടിപൊളി. നമ്മുടെ സംഭവം വണ്ടി അതാട്ടോ, ചേട്ടാ അതാണ്. എല്ലാം റെഡിയാണ് പോകാനായിട്ടുള്ളത്. ഇതല്ല, ഇതിൻ്റെ അപ്പുറം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. നമ്മളിപ്പോൾ സാൽമിയിൽ നിന്നും ആദ്യം പോകുന്ന കുവൈറ്റ് സിറ്റിയുടെ കുറച്ച് ഭാഗം കവർ ചെയ്ത് 2 മണിക്കൂർ അങ്ങോട്ടുണ്ടാവും, 2 മണിക്കൂർ ഇങ്ങോട്ടുണ്ടാവും. അങ്ങനെ ടോട്ടൽ 4 മണിക്കൂറാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഡ്രൈവർ ഇതാണ്. നമ്മൾ നേരെ പോവുകയാണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓ, അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ ഇപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. നമ്മൾ പുറത്ത് അത്രയും ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്തില്ല. ഇവിടെ അതിനകത്ത് ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ട്. പിന്നെ അകത്ത് AC ഉണ്ട് കേട്ടോ. നമുക്ക് AC-നകത്ത് കുറച്ച് പോയിരിക്കുക. ഞാൻ ഇതൊക്കെ ഇന്നറും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് ചൂട് കൂടുതലുണ്ട്. എന്നാലും നൈസ്, എൻജോയ് ചെയ്യാം. നമ്മുടെ ബൈക്കിൽ കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട്. യു ഫ്രം നമ്മുടെ ഫ്രണ്ട്. ഓക്കെ, എല്ലാം വെസ്റ്റ് ബംഗാൾ. നമ്മളങ്ങനെ വന്ന് കുറേ നേരം ട്രാവൽ ചെയ്ത് കുറേ നേരം ഓടിച്ചു വന്നിട്ട് ഇവിടെ കുവൈറ്റ് സിറ്റിയുടെ ഒരു ഭാഗത്ത്, കുവൈറ്റ് സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കറങ്ങി അടിച്ചു. നേരെ ഇവിടെ വന്നത് എൻ്റെ ബാക്കിൽ നേരെ കാണാം. വെയിലായതുകൊണ്ട് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ, ടവർ കാണുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ. ഓക്കെ, നമ്മുടെ ആശാൻ പറപ്പിച്ചങ്ങോട്ട് പോകുന്നത്, അതുകൊണ്ട് ഭയങ്കര ഓളത്തിലിങ്ങനെ തട്ടി ഇങ്ങനെ വന്നത്. അവിടെ നിന്നാണ്. ഓക്കെ, നമുക്ക് ഭയങ്കര ഓളമുണ്ട് കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോയി വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ മേളിൽ കൂടെ പോകും. വാ, നല്ല കാറ്റുണ്ട്, ഓളമുണ്ട്. ഞങ്ങൾക്ക് ഇനി നേരെ പോകാനുള്ളത് നമ്മുടെ വലിയ ബ്രിഡ്ജ് ഉണ്ടല്ലോ, കുവൈത്തിലെ ഏറ്റവും നീളം കൂടിയ പാലത്തിൻ്റെ അടുത്തേക്ക് പോകും. പിന്നെ ജഹറൊക്കെ പോകാനായിട്ട് ഒരുപാട്
ദൂരാണ്. തന്നെയല്ല ഒരുപാട് വിൻഡ് ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് നേരം പോകാൻ പറ്റില്ല എന്ന് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും കിടിലൻ എൻജോയ്മെൻ്റ് ആണ്. പിന്നെ കുറച്ച് ചൂടുണ്ട്, അത് മാത്രമേ ഉള്ളൂ വിഷയം. നല്ല ഹ്യൂമിഡിറ്റി, ചൂട്. ഓക്കെ, അല്ലെങ്കിൽ സൂപ്പറാണ്. വാവ്, നല്ല ഒലിച്ചിലുണ്ട്, അതുകൊണ്ട് ബാലൻസ് കിട്ടുന്നില്ല. ബാലൻസ് കിട്ടുന്നില്ല. കുവൈത്ത് ടവറാണ് ആ കാണുന്നത് കേട്ടോ. നമുക്ക് ദൂരെ കാണാം നമ്മുടെ ബ്രിഡ്ജാണ്. കുവൈത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് ആ കാണുന്നത് കേട്ടോ. അതാണ് ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ഇതാ കാണുന്നത്. കുവൈത്തിലെ ഏറ്റവും വലിയ പാലം, 42 കിലോമീറ്ററോളം നീളമുള്ള പാലമാണ് ഈ കാണുന്നത്. നമ്മളിപ്പോ ഏറ്റവും കുവൈത്തിലെ ആ ബ്രിഡ്ജിന്റെ തൊട്ട് താഴെയായിട്ട് അതിന് മിഡിലാണ് നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര ഹ്യൂമിഡിറ്റി, കാരണം ചൂടുണ്ട്, ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ്. കടലിൽ വരുമ്പോഴുള്ള ഹ്യൂമിഡിറ്റി ഭയങ്കരമാണല്ലോ. അതാ ഞങ്ങളിത് കടൽപ്പാലത്തിൻ്റെ തൊട്ട് താഴെയാണ് ഉള്ളതിപ്പോൾ. നല്ല ഭംഗിയായിട്ട് ഇവിടുന്ന് കാണാനായിട്ട്, കടൽപ്പാലം കാണാനായിട്ട്. എൻ്റെ ബാക്ക് സൈഡിൽ കാണാം. ഞങ്ങളുടെ കൂടെയുള്ള ഫാമിലീസൊക്കെയാണ് ഇവരൊക്കെ. നമ്മുടെ ഡ്രൈവറാണ്, നമ്മുടെ മെഹമ്മൂദ് ഭായി ഉണ്ട് ഇവിടെ. ഓക്കെ, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന, വീഡിയോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ്. ഓക്കെ, കടൽപ്പാലം കാണാം. ബ്രിഡ്ജുണ്ടോ? കുറച്ച് നമുക്ക് വണ്ടി ഓടിച്ചാലോ? ബോലോ ഏക്കായേ റഡാറേ. ഇത് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. നമ്മളിത് നേരെ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, റൂട്ട് സ്പീഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റിയറിങ്. ഓക്കെ, നമുക്ക് വണ്ടി ഓടിക്കാം. അങ്ങനെ നമ്മൾ യാട്ട് ഓടിക്കാണ്. ഡ്രൈവർ നമുക്ക് തന്നു. നമ്മളിതിപ്പോൾ നേരെ തിരിച്ച് പോവാണ്. തിരിച്ച് നമ്മുടെ സാൽമിയ ഭാഗത്തേക്ക് പോകണുണ്ട്, അവരുടെ ഭാഗത്തേക്ക് പോവാണ്. ഡ്രൈവ് ചെയ്യാണ്. വെള്ളം അടിച്ച് കയറണുണ്ടോ? നല്ല സ്പീഡിനാണ് അയാൾ വണ്ടി ഓടിക്കുന്നത്. ഒരു ഗുജറാത്തിയാണ് പുള്ളി. നല്ല സ്പീഡിനാണ് വണ്ടി അടിച്ച് ഓടിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തെ ഒരു റൂമിലാണ്. 2 റൂമാണ് ഇതിനകത്ത് ഇപ്പോൾ കാണുന്നത്. ഇത് കുറച്ച് ചെറുതാണ്. വേറെ റൂമുണ്ട്, നല്ല കിടലൻ ഒരു ഫാമിലി കോട്ടയ്ക്ക് രീതിയിലുള്ള സെറ്റായിട്ടുള്ള 2 റൂമുകളുണ്ട്. ഇതിൻ്റെ സൗകര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കുറവാണ്. ഒരു ഹൈറ്റ് ഉള്ളൂ, ഒരു ചെറിയൊരു ഹൈറ്റ് ഉള്ളൂ ഇതിനകത്ത്. ഇവിടെ ഒരു 3 ആൾക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ബെഡൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറയും നല്ല അവിടെ അപ്പുറം കാണുന്ന റൂം കുറച്ചും കൂടെ നല്ലൊരു ഫാമിലി കോട്ടൊക്കെ രീതിയിലുള്ള സെറ്റ് ചെയ്തിരിക്കുന്നത് അടിക്കുന്ന സാധനമാണോ. നമുക്ക് അമേരിക്കയിൽ നിന്നുള്ള ഒരു പോപ്കോൺ കിട്ടി കേട്ടോ. സ്മാർട്ട് ഫുഡ്. എന്താ ഇതിൽ നല്ല സ്റ്റാൻഡേർഡ് സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രം അമേരിക്ക. ഇതാണ് ഇതിൻ്റെ സംഭവങ്ങൾ. നമ്മുടെ സുഹൃത്ത് തന്നാണ് സ്മാർട്ട് ഫുഡ്. പിന്നെ പിസ്സ ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് കുറച്ച് ഇതാക്കാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ്, നമ്മുടെ സുഹൃത്ത് ഫ്രം അമേരിക്ക. Florida, USA. Yes. Yeah, this is also our July the 4th, our Independence Day. We celebrate the independence of the 13 colonies in America. America. USA. Yeah, he's working in അരിബ്ജാൻ. ഇവിടെ നമ്മുടെ ഒപ്പം വന്നാണ്. അതുപോലെ തന്നെ നമുക്കിത് ഇതിലൊരു സാധനം തന്നിട്ടുണ്ട്. എന്താ അറിയുന്നത്? അപ്പം അരിബ്ജാനിലെ ക്യാമ്പിൽ നിന്നുള്ള അവിടുത്തെ മെയിൻ എന്താണ് സംഭവമാണത്, പോപ്കോൺ. ഒരു നല്ല ടേസ്റ്റി സാധനം കേട്ടോ. ഇതിൻ്റെ പേര് സ്മാർട്ട് ഫുഡ് എന്നാണ്. നല്ല ടേസ്റ്റിയാണ്.
ഞങ്ങൾക്ക് പുള്ളി തന്നതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ. Thank you so much. Have a good day. Make sure you like and subscribe. Yeah, follow this man. He's great. He's good people. Yeah. And don't forget to press the like icon. Like and subscribe. It's really, Share and subscribe. Please comment also. Yes. yeah. Comment below what you think about the Not the boat boat. and having a good time in Kuwait. Tell us what you think in the comments below. Ask questions also. This brother he'll answer every question. He promised. Okay, So thank you for support me. take care. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു, ബാക്കിലും ഉണ്ട് എല്ലാവരും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു. നൈസ് ട്രിപ്പായിരുന്നു. നമ്മൾ റിയലി എൻജോയ് ചെയ്തു. ഫുഡ് ഉണ്ടായിരുന്നില്ല, അത് മാത്രമേ ചെറിയൊരു ഇത്. ബാക്കിയെല്ലാം റിയലി ഇതായിരുന്നു.